ശ്രീമന്നാരായണീയം ദശകം 26 ഗജേന്ദ്രമോക്ഷം. വൃത്തം ശാലിനി. ശ്ലോകം 1. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജാ ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിത് ത്വത്സേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. ഭഗവാനെ സ്മരിക്കുക എന്നത് മാത്രമാണ് ആപത്തുകൾ നീങ്ങിപ്പോകുവാനുള്ള മാർഗം എന്ന് തെളിയിക്കുന്നതാണ് ഈ ഗജേന്ദ്രമോക്ഷത്തിലെ പറയുന്ന കഥ. ഇത് ഭാഗവതം അഷ്ടമസ്കന്ധം 2 മുതൽ 3 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നു. ഗജേന്ദ്രനായ ഇന്ദ്രദ്യുമ്ന രാജാവിന്റെ പൂർവകഥ ആദ്യത്തെ 2 ശ്ലോകങ്ങളിലായിട്ട് പറയണം. ത്വദ് ഭക്താത്മ, ത്വദ് അവിടുത്തെ, ഭക്താത്മ ഭക്തനായ, ഭഗവത് ഭക്തനായ ഇന്ദ്രദ്യുമ്ന, ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യ ഖണ്ഡാധിരാജ, പാണ്ഡ്യരാജ്യത്തെ, ഖണ്ഡം എന്ന് പറഞ്ഞാൽ ഇവിടെ ദേശം, ആ ദേശത്തെ, പാണ്ഡ്യദേശത്തെ അധിരാജ, രാജാവ്, ഇന്ദ്രദ്യുമ്നൻ എന്നു പേരായ ഭഗവത് ഭക്തനായ ആ പാണ്ഡ്യരാജാവ് കഥാചിത് ഒരിക്കൽ ചന്ദനാദ്രൗ, മലയപർവ്വതത്തിൽ, ചന്ദനം മരങ്ങൾ ഇഷ്ടം പോലെ ഉള്ള പർവ്വതമാണത്. ആ മലയപർവ്വതത്തിൽ, അദ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ പർവ്വതം എന്നുള്ള അർത്ഥത്തിലാണ്, അവിടെ അദ്രൗ പർവ്വതത്തിൽ, മലയപർവ്വതത്തിൽ, തത് സേവായാം മഗ്നധി, തത് സേവായാം നിന്തിരുവടിയുടെ പൂജയിൽ, ഭഗവാനെ സേവിക്കുന്നതിൽ, ഭഗവാനെ ഭജിക്കുന്നതിൽ, മഗ്നധി, ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ഇവിടെ മഗ്നധി മുഴുകിയിരിക്കെ, മനസ്സിനെ മുഴുവനും ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ട് ആ ഭഗവത് പൂജയിലങ്ങനെ മുഴുകിയിരിക്കെ, ആതിഥ്യ കാമം, അതിഥി സത്കാരം കാമം മോഹിച്ച്. അപ്പോ ഇവിടെ ആരാണ് വന്നത്? പ്രാപ്തം വന്നെത്തിയ അഗസ്ത്യം, അഗസ്ത്യ മഹർഷി. അഗസ്ത്യ മഹർഷി ഇവിടെ വന്നത് എന്തായിരുന്നു മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നത്? തന്നെ ഇവിടെ ഇന്ദ്രദ്യുമ്നൻ അതിഥിയായിട്ട് സ്വീകരിച്ച് സൽക്കാരങ്ങളെല്ലാം ചെയ്യും എന്ന് മോഹിച്ചാണ് ഇവിടെ അഗസ്ത്യ മഹർഷി വന്നത്. അപ്പോൾ ആ അഗസ്ത്യ മഹർഷി വന്നെത്തിയ ആ കാര്യം ന ആലുലോകേ ഏവ, കണ്ടതേയില്ല, അതായത് തീരെ അറിഞ്ഞതേയില്ല. മഹർഷി ഇവിടെ വന്നത്, തൻ്റെ സമീപത്തേക്ക് എത്തിയത് രാജാവ് അറിഞ്ഞതേയില്ല. രാജാവ് ഭഗവത് ഭക്തിയിൽ മുഴുകി ഇരിക്കുകയായിരുന്നു, പരിസരബോധമില്ലാതെ ഇരിക്കുകയായിരുന്നു. അതായത് ഭഗവാനിൽ മാത്രം തൻ്റെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ഇരുന്നത് കൊണ്ട് ഈ അഗസ്ത്യമുനി വന്നത് അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനോ ഒന്നും രാജാവിന് കഴിഞ്ഞില്ല. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.